കുറച്ച് ഇതാണ് ലാഗ് ഇൻ്റർനെറ്റിന്. ഓക്കെ, നമുക്കപ്പോൾ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. വേഗം നോക്കാം, കാര്യങ്ങളൊക്കെ വേഗം നോക്കാം, വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇനി അതായത് ചെമ്മീൻ എന്ന് പറയും. പീനസ് ഇൻഡിക്കസ്, ടൈപ്പ് പീനസ് ഇൻഡിക്കസ്, ദി കോമൺ മറൈൻ പ്രോൺ. പീനസ് ഇസ് ദി മറൈൻ പ്രോൺ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് റീജിയൻസ്. ട്രോപ്പിക്കലായിട്ടും ടെമ്പറേറ്റ് റീജിയൻസിലും കാണപ്പെടുന്നു. ആൻഡ് സീസ് ഫ്രഷ് വാട്ടർ പ്രോൺ ഉണ്ട്. പാലിമോൺ എന്ന് പറയുന്ന അതിനെ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. നമുക്ക് സമയം പോകാണ്ട് എടുക്കാം. പ്രോണാണ് നമ്മൾ പറയുന്നത്. അപ്പം പീനസ് ഇസ് ദി മറൈൻ പ്രോൺ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് സീസ്. അതായത് ടെമ്പറേറ്റ് ആയിട്ടും ട്രോപ്പിക്കലായിട്ടുള്ള സീസിലാണ് കാണപ്പെടുന്നത്. ഫ്രഷ് വാട്ടർ പ്രോൺ ഏതാണ്? പാലിമോൺ എന്ന ഫ്രഷ് വാട്ടർ പ്രോൺ ഉണ്ട്. ദി കോമൺ സ്പീഷീസ് ഓഫ് പീനസ് inhabiting the Indian waters include P. indicus, P. monodon, P. merginalis, P. japonicus, peniculatus എന്നൊക്കെ പറഞ്ഞ് കുറേ കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് വായിച്ചുക. അടുത്ത the segments body of prawn has two regions, cephalothorax and abdomen. അതായത് അതിൻ്റെ ബോഡിയെ 2 regions ഉണ്ട്. ബോഡിയിൽ 2 regions, സെഫാലോതൊറാക്സ് ഉണ്ട്, അബ്ഡോമിനും ഉണ്ട്. സെഫാലോതൊറാക്സ് ഈസ് ഫോംഡ് ബൈ ദി ഫ്യൂഷൻ ഓഫ് 13 segments. 13 segments ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നത്. അതിൽ സെഫാലിക് അപ്പൻഡേജസ് എത്ര എണ്ണം? 5 എണ്ണമാണുള്ളത്. പിന്നെ 8 എണ്ണം തൊറാസിക്കും. പിന്നെ അബ്ഡോമിനൽ റീജിയൻ ഹാസ് 6 segments. അബ്ഡോമിനൽ റീജിയൻസിൽ 6 segments ഓഫ് പേഴ്സ് ഉണ്ട് കാണപ്പെടുന്നു. ആൻഡ് ടെർമിനൽ കോണിക്കൽ പ്രോസസ് അതിനെ പറയുന്നതാണ് ടെൽസൺ. അങ്ങനെ നമ്മൾ അത് അതിൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എക്സോസ്കെൽട്ടനിലേക്ക് പോവാം. എക്സോസ്കെൽട്ടൻ, ദി ഹോൾ ബോഡി ഓഫ് പ്രോൺ ഈസ് കവേർഡ് ബൈ എ സെഗ്മെൻറ്റഡ് ക്യൂട്ടിക്കുലർ എക്സോസ്കെൽട്ടൻ സെക്രേറ്റഡ് ബൈ ദി അണ്ടർലൈയിങ് എപ്പിഡെർമിസ്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് കൈറ്റിൻ. അതൊരു കൈറ്റിൻ എന്ന ഒരു പോളിസാക്കറൈഡ് കൊണ്ടാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് പ്രോട്ടീൻ കൊണ്ടു. ആൻഡ് ഈസ് സ്ട്രെങ്തൻഡ് ഓർ ഹാർഡൻഡ് ബൈ ദി സ്ക്ലീറോറ്റൈസേഷൻ. അതിനെ പറയുന്ന ഹാർഡനിങ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ഓൾസോ ബൈ കാൽസിഫിക്കേഷൻ, ഡിപ്പോസിഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആൻഡ് കാൽഷ്യം സൾഫേറ്റ്. കാൽസിഫിക്കേഷൻ പറയുന്നതാണ് ഡെപ്പോസിഷൻ ഓഫ്. അപ്പോൾ സ്റ്റേക്കായി പോയാണ്. നമുക്ക് തുടങ്ങാം. എവിടെയാണ് നമ്മൾ എടുത്തത്? കാൽസിഫിക്കേഷൻ കഴിഞ്ഞ്. ഇറ്റ് ഓൾസോ ഗിവ്സ് സം ഇന്റേണൽ സപ്പോർട്ട് ത്രൂ ഇറ്റ്സ് ഇൻഫോൾഡിങ്സ് കോൾഡ് അപ്പോഡംസ്. പിന്നെ അപ്പോഡംസ് നോട്ട് ഓൺലി ഇൻക്രീസ് ദി ഏരിയ ഫോർ ദാറ്റ് അറ്റാച്ച്മെൻറ്റ് ഓഫ് മസിൽസ് ബട്ട് ഓൾസോ പ്രൊട്ടക്ട്സ് ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ്. ഇപ്പം സൗണ്ടൊക്കെ ക്ലിയർ ആണോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പറഞ്ഞാൾ സൗണ്ട് ക്ലിയർ ആണോ? ഒരു കമൻറ്റ് ഇടുമോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ. 2 തീയൊക്കെ ഇട്ടാൽ പോയി. ഒരു ലൈവിലുണ്ടായിരുന്നു. സൗണ്ട് ക്ലിയർ ആണോ? കാണുന്ന ആളോടാണെന്ന് ചോദിക്കുന്നത്. സൗണ്ട് ക്ലിയർ ആണോ? ആണെങ്കിൽ വേഗം പറയാം, നമുക്ക് ബാക്കിയുള്ളതിലേക്ക് കിടക്കാനും. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. സൗണ്ട് ക്ലിയർ അല്ലേ? സെറ്റല്ലേ? സെറ്റാണെന്ന വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാനുള്ളത് എക്സോസ്കെൽട്ടൺ കവറിങ് ഈസ് സെഗ്മെൻറ്റഡ്. എക്സോസ്കെൽട്ടൻ്റെ കവറിങ് സെഗ്മെൻറ്റഡ് ആണ്. ഓക്കെ ആണെന്ന് പറയുന്നത് ശരിക്കും പറയുന്നത്. ഓക്കെ, താങ്ക് യു. സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതായത് എക്സോസ്കെൽട്ടൺ കവറിങ് ഈസ് സെഗ്മെൻറ്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ആൻഡ് ഇറ്റ്സ് സെഗ്മെൻറ്റ്സ് ആർ കോൾഡ് സ്ക്ലിറൈഡ്സ്. ഈ സെഗ്മെൻറ്റ്സിനെ പറയുന്നതാണ് സ്ക്ലിറൈഡ്സ് എന്ന് പറയുന്നത്. ഇൻ ദി അബ്ഡോമിനൽ റീജിയൻ there are separate dorsal and ventral sclerites known respectively as tergaന്നോ അല്ല ടെർജാന്നോ എനിക്ക് ഓർമ്മയില്ല. ടെർഗാന്നാണ് തോന്നുന്നത് പ്രൊനൗൺസിയേഷൻ ചെയ്യുന്നത്, അങ്ങനെയാണെന്ന് തോന്നുന്നത്.
or tergites എന്നും പറയുന്നു. ആൻഡ് സ്റ്റേണ. അതായത് എക്സോസ്കെൽട്ടൺ ഇസ് എക്സോസ്കെൽട്ടൺ കവറിങ് ഈസ് സെഗ്മെൻറ്റഡ്. എക്സോസ്കെൽട്ടൺ കവറിങ് സെഗ്മെൻറ്റഡ് ആണ്. ആൻഡ് ഇറ്റ്സ് സെഗ്മെൻറ്റ്സ് ആർ കോൾഡ് സ്ക്ലിറൈഡ്സ്. ഐ സെഗ്മെൻറ്റ്സിനെ സ്ക്ലിറൈഡ്സ് എന്ന് വിളിക്കുന്നു. ഇൻ ദി അബ്ഡോമിനൽ റീജിയനിൽ ദർ ആർ സെപ്പറേറ്റ് ഡോർസൽ ആൻഡ് വെൻട്രൽ സ്ക്ലിറൈഡ്സ്. അതായത് സെപ്പറേറ്റ് ആയിട്ട് ഡോർസൽ ആൻഡ് വെൻട്രൽ സ്ക്ലിറൈഡ്സ് ഉണ്ട്. പിന്നെ നോൺ റെസ്പെക്റ്റീവ്ലി എസ്റ്റെർഗ or tergites and stena or stenites. Each tergum has a downward extinction on each side known as pleuron. അതായത് ഓരോ ടെർഗത്തിലും ഡൗൺവേർഡ് ആയിട്ടുള്ള എക്സ്റ്റിങ്ഷൻ ഉണ്ട് ഈച്ച് സൈഡിലും, ഓരോ സൈഡിലും. അതിന് പറയുന്നതാണ് പ്ലൂറോൺ എന്ന്. ഓക്കെ, അപ്പോൾ ലൈവ് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പൊളിച്ചെടുക്കുക. ദി പാർട്ട് ഈ പ്ലൂറോണിൻ്റെ പാർട്ട് ബിറ്റ്വീൻ, അതായത് ദി പാർട്ട് ബിറ്റ്വീൻ ദി പ്ലൂറോൺ ആൻഡ് ദി അബ്ഡോമിനൽ അപ്പൻഡേജ് ഓൺ ഈച്ച് സൈഡ് ഈസ് കോൾഡ് എപ്പിമെറോൺ. അതായത് പ്ലൂറോണിൻ്റെ പാർട്ടിനും അബ്ഡോമിനൽ അപ്പൻഡേജിനും ഇടയിൽ കാണപ്പെടുന്ന സൈഡ് പറയുന്നതാണ് എപ്പിമെറോൺ എന്ന് പറയുന്നത്. ഇൻ ദി സെഫാലിക് റീജിയൻ ദി 13 tergal plates fuse to form a hard dorsal shield or carapace. Hard dorsal shield or carapace. Okay. Similarly, all the cephalic thoracic sternal plates fuse to form a ventral shield. In female, the sternum of the last thoracic segments has a cup-like outgrowth. Cup-like ആയിട്ടുള്ള ഒരു ഔട്ട്ഗ്രോത്ത് കാണപ്പെടുന്നു. അതിന് പറയുന്നതാണ് തിലൈക്കം എന്ന് പറയുന്നത്. ഓക്കെ. ഡ്യൂറിങ് മീറ്റിംഗ് മെയിൽ ഡെപ്പോസിറ്റ്സ് spermatophores in the thylacum of the female. Carapace fuses dorsally with the segments but remains free laterally. Anteriorly it bears a serrated and pointed process called rostrum, and at its base is a pair of stalked compound eyes. Laterally the dorsal shield is produced into a dorsal anteriorly it bears a separated rostrum. At its base is a pair of stalked compound eyes. Laterally the dorsal shield is produced into a thin flap on each side. Each side ആയിട്ടുള്ള thin flap ഉണ്ട്. Its lower part is called branchiosteel plate അല്ലെങ്കിൽ branchiostay എന്ന് പറയുന്നു. ഓക്കെ, ലെവലിലെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പൊളിച്ചെടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വഴിയിലേക്കും ഇറ്റ് സെർവ്സ് ആസ് എ ഗിൽ കവർ. ഒരു അതായത് ഇറ്റ്സ് ലോവർ പാർട്ട് ഈസ് കോൾഡ് ബ്രാങ്കിയൽ. അതിൻ്റെ ലോവർ പാർട്ടിന് പറയുന്നത് ബ്രാങ്കിയോ സ്റ്റിഗൽ പ്ലേറ്റ് ഓർ ബ്രാങ്കിയോസ് സ്റ്റിഗൈറ്റ് എന്ന് പറയുന്നു. ഇറ്റ് സെർവ്സ് ആസ് എ ഗിൽ കവർ. അതൊരു ഗിൽ കവറായിട്ട് പ്രവർത്തിക്കുന്നു. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദി ഇറ്റ് ആൻഡ് ദി ബോഡി വാൾ ഈസ് ദി ബ്രാങ്കിയൽ ചേംബർ ഓർ ഗിൽ ചേംബർ വിച്ച് ലോഡ്ജസ് ദി ഗിൽസ്. ഇനി അപ്പൻഡേജസ് നമുക്കൊന്ന് സ്പീഡിലൊന്ന് വായിച്ച് നോക്കാം. ഈച്ച് ബോഡി ഹാസ് എ സെഗ്മെന്റ് ബിയേഴ്സ് എ pairs of appendages on its ventral side. Thus there are 19 pairs of appendages, 5 pairs of cephalic, 8 pairs of thoracic and 6 pairs of abdominal എന്നൊക്കെ പറയുന്നുണ്ട്. Each appendage remains attached to the sternum of the exoskeleton. The portion between the point of the attachment and the pleuron of the tergum is called epimeron. The appendages of prawn are serially homologous because the appendages of the successive segments closely correspond to each other in structure and development. Okay. Appendages of prawn are segmented and biramous
ബൈരാമസ്. ഓക്കെ, their segments are called podomius. പിന്നെ appendages are biramus because each of them has two processes or rami arising from the basal portion called protopodite. പ്രോട്ടോപൊഡൈറ്റ് എന്നാണ് അതിന് പറയുന്നത്. എന്താണ് അപ്പോൾ ഇപ്പോൾ ലൈവ് വരുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ അല്ല ഈ ലൈവ് ലൈക്ക് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താ പ്രോട്ടോപൊഡൈറ്റ് എന്തെന്നാ? പ്രോട്ടോപൊഡൈറ്റ് എന്ന് വെച്ചാൽ എഴുതണം അപ്പൻഡേജസ് ഓഫ് അല്ല ഇതല്ല അപ്പൻഡേജസ് ആർ ബൈറാമസ് ബിക്കോസ് ഈച്ച് ഓഫ് ദം ഹാസ് ടു പ്രോസസ്സസ് ഓർ രാമൈ അറൈസിങ് ഫ്രം എ ബേസൽ പോർഷൻ. ഈ ബേസൽ പോർഷനിൽ പറയുന്നതാണ് പ്രോട്ടോപൊഡൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ദി ടു പ്രോസസ്സസ് ആർ ദി ഔട്ടർ എക്സോപൊഡൈറ്റ് ആൻഡ് ദി ഇന്നർ എൻഡോപൊഡൈറ്റ്. അതായത് ഔട്ടർ ഭാഗത്തുള്ള കാണുമ്പോൾ എക്സോപൊഡൈറ്റ് എന്നും ഇന്നർ ഭാഗത്തുള്ളതിന് എൻഡോപൊഡൈറ്റും എന്നും പറയുന്നു. ദി പ്രോട്ടോപൊഡൈറ്റ് ഈസ് ടിപ്പിക്കലി ടു സെഗ്മെൻറ്റ്. പ്രോട്ടോപൊഡൈറ്റ് ടിപ്പിക്കലി 2 സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ ഇറ്റ്സ് 2 സെഗ്മെൻറ്റ്സ് ആർ കോക്സ ആൻഡ് ബേസിസ്. അതിൻ്റെ 2 സെഗ്മെൻറ്റ്സിന് എന്തെന്നാണ് പറയുന്നത്? കോക്സ എന്നും ബേസിസ് എന്നും ആണ് പറഞ്ഞിരിക്കുന്നത്. കോക്സ ഈസ് ദി ബേസൽ സെഗ്മെൻറ്റ് ആൻഡ് ബേസിസ് ഈസ് ദി ടെർമിനൽ വൺ. കോക്സ ബേസലായിട്ടുള്ള കാണപ്പെടുന്ന സെഗ്മെൻറ്റാണ്. ആൻഡ് ബേസിസ് ഉള്ളത് അല്ല ബേസിസ് ആണ് ടെർമിനൽ വൺ, ടെർമിനലായിട്ടുള്ള ഉള്ളത്. കോക്സ റിമെയിൻസ് അറ്റാച്ച്ഡ് ടു ദി ബോഡി വാൾ. കോക്സ റിമെയിൻസ് കോക്സ ബോഡി വാളായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. And basis views the exopodite and the endopodite. Exopodite is unsegmented in all appendages, but endopodite is segmented in some appendages and unsegmented in others. Okay. ഇനി നമുക്ക് സെഫാലിക് അപ്പൻഡേജസിലേക്ക് പോകാം. സെഫാലിക് അപ്പൻഡേജസ് ആർ 5 in pairs. സെഫാലിക് അപ്പൻഡേജസ് 5 in pairs, അതായത് 5 pairs ആയിട്ടാണ് കാണപ്പെടുന്നത്. ഒന്ന് എന്തൊക്കെയാ? ആൻറ്റിന്യൂൾസ്. രണ്ടാമതെന്ന് പറയുന്നത് ആൻറ്റിന. മൂന്നാമത്തത് മാൻഡിബിൾസ്. നാലാമത്തെ ഫസ്റ്റ് മാക്സില്ല. അഞ്ചാമത്തത് സെക്കൻഡ് മാക്സില്ല. ഓക്കെ, അപ്പോൾ ദേ ഇൻക്ലൂഡ് ദി പേഡ് ആൻറ്റിന്യൂൾസ്, ആൻറ്റിന, മാൻഡിബിൾസ്, ഫസ്റ്റ് മാക്സില ആൻഡ് സെക്കൻഡ് മാക്സില. ഇതൊക്കെ പേഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓഫ് ദീസ് മാൻഡിബിൾസ് ആൻഡ് ഫസ്റ്റ് മാക്സില ആർ യൂണിറാമസ്. അതായത് ഓഫ് ദീസ് മാൻഡിബിൾസും ഫസ്റ്റ് മാക്സിലെ യൂണിറാമസ് ആണ്. ആൻഡ് ബാക്കിയെല്ലാം ബൈറാമസ് ആണ്. ഓക്കെ, എൻ്റെ പറയുന്നത്. അപ്പോൾ ആൻറ്റിന്യൂൾസ് ആൻഡ് ആൻറ്റിന ആർ ടാക്ടൈൽ സ്ട്രക്ചേഴ്സ്. ടാക്ടൈൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് ആൻറ്റിന്യൂളും ആൻറ്റിനയും കാണപ്പെടുന്നത്. പിന്നെ മാൻഡിബിൾസ് ആർ മാസ്റ്റിക്കേറ്ററി സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ഫോർ കട്ടിങ് ദി ഫുഡ് ഇൻ ടു പീസസ് ആയിട്ട് കട്ട് ചെയ്യാൻ മാസ്റ്റിക്കേറ്ററി സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നു. ആൻഡ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മാക്സില സെർവ് ആസ് ദി ഫീഡിങ് ജോസ്. അതായത് ഫീഡിങ് ജോസ് ആയിട്ടുള്ളതാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മാക്സില സെർവ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ധർമ്മങ്ങൾ ആയിരിക്കും ആണ്. അപ്പോൾ നമ്മൾ സെഫാലിക് അപ്പൻഡേജസ് ചെയ്യുന്നു. ഇനി ആൻറ്റിന്യൂൾസും ആൻറ്റിനയും മാൻഡിബിൾസും ഓടിച്ചു പോയതിനു ശേഷം നമുക്ക് ഫസ്റ്റ് മാക്സിലെ സെക്കൻഡ് മാക്സിലെ അതിലേക്ക് നോക്കാം. എന്നിട്ട് വേഗം ഓടിച്ചു പോയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇത് ആൻറ്റിന്യൂൾസും കൂടിയും ഇപ്പം പറയാം, നോക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ബാക്കിൽ നിന്ന് മുന്നോട്ട് തുടങ്ങാം. ഇത് കുറേ ഉണ്ട്, ഇപ്പം ചോദ്യങ്ങളൊക്കെ വരും. എന്നാലും നമുക്ക് ഇതൊക്കെ നോക്കാനുണ്ടല്ലേ. സാക്കുലിന, അതുപോലെ തന്നെ യൂപ്പറാഗസ്, പിന്നെ ലിമിലസ് എന്താണ്? ലിമിലസ് ഈസ് എ ലിവിങ് ഫോസിലാണ്. ഒരു ലിവിങ് ഫോസിലാണ് ലിമിലസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയൂലേ? അപ്പോൾ അതൊക്കെ നമുക്ക് ഒടിച്ച് നോക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് സ്പീഡിലൊന്ന് കടന്നു പോകാം. അതുകൊണ്ട് യൂട്യൂബിൽ ഈ ലൈവ് കാണുന്ന എല്ലാവരും അടിച്ച് പൊട്ടിക്കുക സബ്സ്ക്രൈബ് ബട്ടൺ. ഇത് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരാൻ. ഇപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, വീഡിയോ ഈ ലൈവ് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻറ്റിന്യൂൾസിലേക്ക് കിടക്കാം. ആൻറ്റിന്യൂൾസ് ഓൾസോ കോൾഡ് ഫസ്റ്റ് ആൻറ്റിന്യൂൾ. ആൻറ്റിന്യൂൾസിന് പറയുന്നത് ഫസ്റ്റ് ആൻറ്റിന്യൂൾ എന്ന് പറയുന്നു. ആർ ദി ഫസ്റ്റ് പെയർ ഓഫ് സെഫാലിക് അപ്പൻഡേജസ്. അതായത് ഫസ്റ്റ് പെയർ ആണ് സെഫാലിക് അപ്പൻഡേജസിൻ്റെ ഫസ്റ്റ് പെയർ ആണ് ആൻറ്റിന്യൂൾസ്. ഈച്ച് ഓഫ് ദം കൺസിസ്റ്റ് ഓഫ് എ പ്രോട്ടോപൊഡൈറ്റ് ആൻഡ് 2 ഫ്ലജെല്ലാർ പ്രോസസ്സ്.
ഓരോന്നും കൺസിസ്റ്റ് ചെയ്യുന്നത് പ്രോട്ടോപോഡായിട്ട് ആൻഡ് 2 ഫ്ലജല്ലാർ പ്രോസസ്സാണ്. നല്ല മഴയാണ്. ഓക്കെ, നല്ല മഴയാണ്. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയൊന്നുമില്ല, എന്നാലും കാണാൻ രസമുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ വലിങ്ങനെ പെയ്യുന്നില്ല, ചെറുങ്ങനെ പെയ്യുന്നുണ്ട്, കാണാൻ രസമുണ്ട്, അതുകൊണ്ട് നല്ല മഴ. ഓക്കെ, അപ്പോൾ നമുക്കിനി ആനുവൽസ് ബാക്കി. പ്രോട്ടോപോഡൈറ്റ് ഈസ് ഫോംഡ് ഓഫ് 3 സെഗ്മെൻറ്റ്സ് ഓഫ് ഓർ പോഡോമിയസ്, നെയിംലി പ്രീകോക്സ ആൻഡ് ബേസിസ്. അതായത് പ്രോട്ടോപോഡൈറ്റ് പ്രോട്ടോപോഡൈറ്റ് ഫോം ചെയ്തിരിക്കുന്നത് 3 സെഗ്മെൻറ്റ്സ് ഓർ പോഡോമിയസ് നെയിം, അതിനെ പറയുന്നതാണ് പ്രീകോക്സ കോക്സ ആൻഡ് ബേസിസ്. പ്രീകോക്സ കോക്സ ആൻഡ് ബേസിസ്, പ്രീകോക്സ കോക്സ ആൻഡ് ബേസിസ്. ഈ ലൈവ് കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പൊളിച്ചെടുക്കുക, പഠിക്കുക. ഓക്കെ, ഇടിയൊക്കെ ഉണ്ട്, ഒന്നും പറ്റൂല എന്ന് വിചാരിക്കുക. പ്രീകോക്സ ഹാസ് എ കോൺകാവിറ്റി ഓൺ വൺ സൈഡ്. അതായത് പ്രീകോക്സ എന്ന് പറയുന്നത് കോൺകാവിറ്റി ആയിട്ടാണ് കടന്നുവരുന്നത് ഒരു സൈഡിൽ. വിച്ച് ലോഡ്ജസ് എ കോമ്പൗണ്ട് ഐ ആൻഡ് എ ബാലൻസിങ് ഓർഗൻ കോൾഡ് സ്റ്റാറ്റോസിസ്റ്റ്. സ്റ്റാറ്റോസിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. എന്താണ് നിങ്ങൾ എഴുതുക? വിച്ച് ലോഡ്ജസ് എ കോമ്പൗണ്ട് ഐ ആൻഡ് എ ബാലൻസിങ് ഓർഗൻ. ഒരു ബാലൻസിങ് ഓർഗനാണ് സ്റ്റാറ്റോസിസ്റ്റ്. ദി ഫ്ലജല്ലാർ പ്രോസസ്സസ് അറൈസ് ഫ്രം ദി ബേസിസ്. ഫ്ലജല്ലാർ പ്രോസസ്സ് അറൈസ് ചെയ്യുന്നത് ബേസിസ് നിന്നാണ്. ദേ ആർ നോട്ട് ട്രൂലി ദി എക്സോപൊഡൈറ്റ് ആൻഡ് ദി എൻഡോപൊഡൈറ്റ് ബട്ട് ആർ ടാക്ടൈൽ പ്രോസസ്സ്. ഇവർ ട്രൂലി ശരിക്കും എക്സോപൊഡൈറ്റ് അല്ല, പക്ഷേ ടാക്ടൈൽ ഓർഗൻസ് ആണ്. നമുക്കിനി ബാക്കിൽ നിന്ന് മുന്നോട്ട് ഇങ്ങനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും കാണുന്നില്ല ഇപ്പോൾ ലൈവ്, എന്നാലും വെറുതെ പറയണം. വെറുതെ അറിയില്ല കാര്യമായിട്ട്, പക്ഷേ കണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് മുന്നോട്ട് തുടങ്ങിയാൽ സാക്കുലിന പോപ്പുലർലി നോൺ ആസ് ദി റൂട്ട് ഹെഡഡ് ബ്രാങ്കിൾ എന്നാണ് സാക്കുലിനയെ കോമൺ ആയിട്ട് പറയുന്നത്. അത് ഇതൊരു ക്രസ്റ്റേസിയൻ പാരാസൈറ്റ് ആണ്. സാക്കുലിന ഈസ് എ crustacean parasite which infects many species of marine crabs, which infects the many species of marine crabs. many marine crabsനെ ഒക്കെ എന്താക്കുന്നത് ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് റിമാർക്കബിൾ ഫോർ എക്സ്ട്രീം പാരാസിറ്റിക് ഡീജനറേഷൻ, റിട്രോഗ്രസീവ് മെറ്റമോർഫോസിസ് ആൻഡ് പാരാസിറ്റിക് കാസ്ട്രേഷൻ. റിട്രോഗ്രസീവ് മെറ്റമോർഫോസിസും പിന്നെ പാരാസിറ്റീവ് കാസ്ട്രേഷനും. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇതിനെ ഒക്കെ ചോദിച്ചാലോ ഇതൊക്കെ എഴുതി വെച്ചാൽ നല്ല മാർക്ക് കിട്ടും. ഓക്കെ, അഡൽട്ട് സാക്കുലിന ഈസ് എക്സ്ട്രീംലി ഡീജനറേറ്റഡ്. അഡൽട്ട് സാക്കുലിന എക്സ്ട്രീംലി ഡീജനറേറ്റഡ് ആണ്. ഇറ്റ് ഈസ് ഓൺലി എ ട്യൂമർ ലൈക്ക് ഫ്ലഷി മാസ് വിത്ത് നോ ട്രേസ് ഓഫ് സെഗ്മെൻറ്റേഷൻ, അപ്പൻഡേജസ്, മൗത്ത് ആൻഡ് ഇൻറ്റേർണൽ ഓർഗൻസ് അതർ ദാൻ ഗൊണാഡ്സ്. അതായത് ഗൊണാഡ്സ് ഉള്ള സ്ഥലങ്ങളിൽ ഓൺലി എ ട്യൂമർ ലൈക്ക് ഫ്ലഷി മാസ് ഉണ്ട് വിത്ത് നോ ട്രേസ് ഓഫ് സെഗ്മെൻറ്റേഷൻ, അപ്പൻഡേജസ് ആൻഡ് മൗത്ത് ആൻഡ് ഇൻറ്റേർണൽ ഓർഗൻസ്. ഏതൊഴികെ ഗൊണാഡ്സ് ഒഴികെ അഖിലത്തിലുണ്ട് പറയുന്നത് അതൊക്കെ. ഇറ്റ് റിമെയിൻസ് അറ്റാച്ച്ഡ് ടു ദി വെൻട്രൽ സൈഡ് ഓഫ് ദി അബ്ഡോമൻ ഓഫ് എ. ഹലോ, ഹായ്, ലൈവിലുള്ള എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പൊളിച്ചെടുക്കുക. ഹായ്, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലൈവ് ഒരു ലൈക്ക് കൊടുക്കുക പ്ലീസ്. ലൈവ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമുക്ക് സ്പീഡിലൊന്ന് വായിച്ചു നോക്കാം. അഡൾട്ട് സാക്കുലിന ഈസ് എക്സ്ട്രീംലി ഡീജനറേറ്റഡ്. ഗോൾ എന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ഹായ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ്. എന്തൊക്കെയാണ് ഗോൾ? സുഖമല്ലേ? ഗോൾ അടിച്ചാൽ തുങ്കമാട്ടെ ഗോൾഡൻ ബൂട്ട് കിട്ടും.
ഒരു ആയി പറയുമോ? ഒരു ആയി എനിക്കും എന്ന് പറയുന്നത് ഞാൻ അല്ല. ഓക്കെ, ഒരു ആയി ഞാനല്ലേക്ക് ഒരു ആയി. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ഈ ലൈവിൽ ലൈക്ക് ചെയ്യുക. പ്ലീസ് 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 ലൈക്ക് ചെയ്യുക. കാണുന്ന രണ്ടാൾക്കാരും ഒരു 5 മിനിറ്റ് 5 10 ആകുന്ന പോലെ നിൽക്കുക. ഓക്കെ, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, 2 വട്ടം ചെയ്താൽ ഡിസ്ലൈക്ക് ആയി പോകും. അതുകൊണ്ട് ലൈക്ക് അയക്കാൻ നോക്കുക, എന്നിട്ട് ഡിസ്ലൈക്ക് ആയി പോകരുത്. ഓക്കെ, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി ബാക്കിയുള്ളതിലേക്ക് നോക്കാം. അപ്പം ഗിവൺ ഔട്ട് ഫ്രം ദി നമുക്ക് സ്പീഡിലൊന്ന് വായിച്ചു നോക്കാം. അഡൾട്ട് സഗ്ലിന ഈസ് എക്സ്ട്രീംലി ഡീജനറേറ്റഡ്. ഇറ്റ് ഈസ് ഓൺലി എ ട്യൂമർ ലൈക്ക് ഫ്ലഷി മാസ് വിത്ത് നോ ട്രേസ് ഓഫ് segmentation, appendages, mouth and internal organs other than gonads. It remains attached to the ventral side of the abdomen of a crab by a stalk or peduncle. Given out from the peduncle are numerous root-like processes. They extend to the soft tissues of the host and absorb nutrients. Absorb and also metabolic wastes are removed from the parasite to the host through these roots. ഹലോ, ഞാനിപ്പോൾ ഏത് ചാനലിലാണ് പോകുന്നത്? നിങ്ങൾ ഏത് ചാനൽ? ഈ ചാനലിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്തിടുമോ? അഭിനന്ദായകത്ത് തന്നെയല്ലേ? നിങ്ങൾ ഏത് ചാനലിലാണ് ലൈവ് കാണുന്നത് ഇപ്പോൾ എന്ന് പറയുമോ? അഭിനന്ദായകത്ത് തന്നെയല്ലേ? ചാനൽ മാറിപ്പോയോ? ഇല്ലല്ലോ. കിംബാനി കമൻറ്റ് രണ്ടേനുണ്ട് ചോദിച്ചാണ്. ഞാൻ അറിയുന്നവരും ഉണ്ടാവും, ചിലപ്പോൾ അറിയില്ല. ഇനി അറിയാത്തവരാണോ രണ്ടാളും? ഹലോ, ലൈവിലുള്ളവരൊന്ന് ശ്രദ്ധിക്കുക, ഒരായി പറയൂ. ഇപ്പം തന്നെ കേൾക്കുന്നുണ്ടോ അന്ന് പറയുമോ? കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടോ എന്ന് പറയുമോ വേഗം, എന്നാലും ബാക്കി മുന്നോട്ട് പോകാനും ഓൺ ദി അതർ ഹാൻഡ് തൊട്ട് തുടങ്ങാനും നമുക്ക്. ഇവിടെ പോയി ഓക്കെ അപ്പം എന്താ തന്നെയല്ലോ. എന്നാൽ നമുക്ക് ബാക്കി നോക്കാം. ഓൺ ദി ലോവർ സൈഡ് ഓഫ് സക്കുലിന ഈസ് ഓപ്പണിംഗ് ദി മാൻഡിൽ ഓപ്പണിംഗ്. ഇറ്റ് ലീഡ്സ് internally into the mantle cavity which serves as a broad chamber for storing eggs. Mantle cavity surrounds the gonads. Mantle cavity surround ചെയ്തിട്ടുള്ള gonads ആണ് nerve ganglion and a cement gland. Sacculina is a protogynous hermaphrodite. Sacculina ഒരു protogynous hermaphrodite ആണ് വിത്ത് പെയ്ഡ് ടെസ്റ്റസ് ആൻഡ് ഓവറീസ്. അതായത് പെയ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റസും ഓറിയും കൊണ്ടാണ് ഉള്ളത്. എക്സ് മെച്ചർ മച്ച് ഏർലിയർ ദാൻ സ്പേം മെച്ചർ. സ്പേം മെച്ചറിന് ചെയ്യുന്നതിനെക്കാട്ടും ശരീരത്തിൽ എക്സ് മെച്ചർ ചെയ്യുന്നു. സോ സെൽഫ് ഫെർട്ടിലൈസേഷൻ ഈസ് ഇമ്പോസിബിൾ. ക്രോസ് ഫെർട്ടിലൈസേഷൻ ഈസ് ദി റൂൾ. ക്രോസ് ഫെർട്ടിലൈസേഷൻ ആയിരിക്കും നടക്കുക ഇത്. Mature eggs are released into the mantle cavity and stored there. Sperms from another Sacculina get into the mantle cavity along with water current. Water current Sacculina get into mantle cavity. Sacculina water current fertilization and early development take place in the mantle cavity. ലൈവ് കാണുന്ന ആൾക്കാർ എന്തൊക്കെയാണ് പഠിക്കുന്നത്? സുവോളജി പഠിക്കുന്ന ആൾക്കാരാണോ? അതോ BSc ബോട്ടണി സുവോളജി പഠിക്കുന്ന ആളാണോ? അതോ വെറുതെ കാണാമോ? എന്തായാലും കുഴപ്പമില്ല, സപ്പോർട്ട് ചെയ്യുക. ലൈവ് കാണുന്ന ആളെന്താ പഠിക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുമോ? വെറുതെ ഒന്ന് അറിയാനാ. ലൈവ് കാണുന്ന ആളെന്താ പഠിക്കുന്നത്? ഹലോ, എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ലൈവ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ബാക്കി നോക്കാം. ഇതിൻ്റെ ലൈഫ് സൈക്കിളാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ലൈഫ് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് 5 സ്റ്റേജസ്. 5 സ്റ്റേജസ് ഉണ്ട് ഇതിന് ലൈഫ് സൈക്കിളിൽ. ഒന്നാമത്തത് നോപ്ലീസ്, രണ്ടാമത്തത് ഡിഗ്രി ഏതാ? BSc ബോട്ടണിയോ അതോ സുവോളജിയോ? സോ കോംപ്ലിമെൻ്ററി സുവോളജി ഉള്ള വിഷയമാണോ? അപ്പോൾ നമുക്ക് അതിൻ്റെ ലൈഫ് സൈക്കിൾസ് എന്തൊക്കെയൊക്കെ. ഹായ്, ലൈവിലേക്ക് എല്ലാവരും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
പൊളിച്ചെടുക്കുക. അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്തെങ്കിലും ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, പക്ഷേ ഞങ്ങൾക്കൊരു പ്രചോദനമായിരിക്കും, എനിക്കൊരു പ്രചോദനമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ലൈഫ് സൈക്കിൾ എന്തൊക്കെയാണുള്ളത്? 5 സ്റ്റേജസ് ആയിട്ടാണ് ലൈഫ് സൈക്കിൾ നടക്കുന്നത്. നോപ്പുലിസ്, കൈപ്രിസ്, കെൻട്രോഗൺ, പിന്നെ ഇൻറ്റേർണൽ സാക്കുലിന ആൻഡ് എക്സ്റ്റേണൽ സാക്കുലിന എന്നീ 5 ഘട്ടങ്ങളിലായാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നാപ്പുലിസ് ഈസ് ദി ഫസ്റ്റ് ഫ്രീ സ്വിമ്മിങ് ലാർവ. അതായത് ഫസ്റ്റ് ഫ്രീ സ്വിമ്മിങ് ലാർവ ആയിട്ടുള്ള നാപ്പുലിസ് ലാർവ ഹാച്ച് ഔട്ട് ചെയ്ത് പോയിരുന്നു, അതായത് പുറമേക്ക് പോകുന്നു. ഇത് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പം തന്നെ പ്ലീസ്. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. ഇറ്റ് പാസസ് ടു ദി ഔട്ട്സൈഡ് ആൻഡ് ദെൻ ട്രാൻസ്ഫോംസ് ടു ദി നെക്സ്റ്റ് ലാർവ കോൾഡ് ക്രൈപ്രിസ്. ആഫ്റ്റർ 2 or 3 days, ആഫ്റ്റർ 2 or 3 days, അതായത് 2 or 3 ദിവസത്തിന് ശേഷം കൈപ്രിസ് അറ്റാച്ചസ് ടു ദി അബ്ഡോമൻ ഓഫ് എ യങ് ക്രാബ്. അതായത് ഒരു യങ് ക്രാബിൻ്റെ അബ്ഡോമനായിട്ട് കൈപ്രിസ് അറ്റാച്ച് ചെയ്യുന്നു. അതിനു കൂടെ ഒപ്പരം undergoes extreme degeneration or retrogressive metamorphosis. എക്സ്ട്രീം ഡിജനറേഷന് വേണ്ടി അണ്ടർഗോ ചെയ്യുന്നു. ലൈവ് കാണുന്നവരിപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. സബ്സ്ക്രൈബ് എന്നാൽ ഒരു കമൻ്റ് ഇടുക, എന്നാൽ ഒരു പ്രചോദനമാകും എനിക്ക് ക്ലാസ് എടുക്കാനും പഠിക്കാനൊക്കെ. അയ്യോ, കമൻറ്റ് ബോക്സിൽ തീ എന്തോ ഒരു പ്രാണി. ഓക്കെ. ആഫ്റ്റർ 2 or 3 days, Crypris attaches to the abdomen of a young crab and undergoes extreme degeneration or retrogressive metamorphosis. എന്താ എങ്ങനെ വെച്ചാൽ ഇലോടി പറഞ്ഞിരുന്ന എന്തോ പ്രാണി, വലിയ പ്രാണി. ഇതാ നിങ്ങൾ കണ്ടോ, വലിയ എന്തോ പ്രാണി ഉണ്ട്. ഇതാ കണ്ടില്ലേ, കണ്ടോ അമ്മോ. ലൈവാ ബോർഡ്. ഓക്കെ, നിങ്ങളോടല്ല ഇവിടെ എങ്ങനെ വന്നേ. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. Now it dissolves the cuticle of the host and the point of its attachment. അപ്പോൾ അറ്റാച്ച്മെൻ്റ് ആയിട്ട് ലൈവ് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ക്യൂട്ടിക്കിളായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. പിന്നെ അവിടെ പോയി ദിസ് ഫോംസ് എ ഡീജനറേറ്റഡ് റൗണ്ടഡ് മാസ്. അത് ഒരു ഡീജനറേറ്റഡ് റൗണ്ട് മാസാകുന്നു. അതിനെ പറയുന്നതാണ് കെൻട്രോഗോൺ ലാർവ. നമുക്ക് ലൈഫ് സൈക്കിൾ തൊട്ട് ഒന്ന് സ്പീഡിൽ ഒന്ന് വായിച്ചു പോകാം. ഹായ്. അപ്പോൾ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് ലൈഫ് സൈക്കിളോട്ട് ഒന്ന് സ്പീഡിലൊന്ന് വായിച്ചു പോകാം. ഓക്കെ, ലൈഫ് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് 5 stages: Napolis, Crypris, Kentrogon, internal Saculina and external Saculina. Napolis is the first free swimming larva to hatch out. It passes to the outside and then transforms to the next larva called Crypris. After 2 or 3 days, Crypris attaches to the abdomen of a young crab and undergo extreme degeneration or retrogressive metamorphosis. It loses its appendages, alimentary canal, excretory organs, sense organs and the whole posterior part, and undergoes molting. In this forms a degenerated rounded mass known as Kentrogon larva. Now it dissolves the cuticle of the host at the point of its attachment, enters the bloodstream of the host and comes to stay on the lower side of the intestine of the host. It is now called internal Saculina. Soon it grows in size, develops gonads and mantle cavity, and sends
out root like processes. root like ആയിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നു. ഞാൻ അല്ല ഹായ് പറയുന്നു. ഓക്കെ ഹായ്. അപ്പം ഞാനല്ല എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ്, അതിൽ നിന്ന് ഒരു ഹായ് വരുന്നത്, അതുകൊണ്ട് ഹായ് പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയാ എത്തിയേ? ഇറ്റ് ഈസ് soon it grows in size, develops gonads and mantle cavity, and sends out root like processes to the soft tissues of the host. Then it makes a hole on the abdomen of the host. Now its central part pushes to the outside and grows to fleshy mass. It is called external saculina or the അഡൽട്ട് പാരസൈറ്റ്. അങ്ങനെ ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞ് ഇനി ലൈഫ് സൈക്കിളത്തെ ലാസ്റ്റ് പാരഗ്രാഫും കൂടി. അപ്പോൾ ഈ കാണുന്ന ഇപ്പോൾ ഈ ലൈവ് കാണുന്ന രണ്ടാളും സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ലൈവ് ലൈക്ക് ചെയ്യുക. എന്നാൽ ഒരു പ്രചോദനമായിരിക്കും എന്നെപ്പോലത്തെ ആൾക്കാർക്ക്, എനിക്ക് ഒരു പ്രചോദനമായിരിക്കും, ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഓക്കെ, നമുക്ക് എന്നാല് അടുത്ത ചെയ്തു. താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് അങ്ങ് പോയേക്കാം നമുക്ക്, ഇല്ലേ? പോയേക്കാം അല്ലേ? ഞാൻ 2 തീയൊക്കെ പോരട്ടെ. തീങ്ങളിട്ടാൽ മതി. ഓക്കെ, ഞാൻ അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്? ദി പാരാസൈറ്റിക് എഫക്റ്റ് ഓഫ് സാക്കുലിന ഓൺ ക്രാബ് ഈസ് ഹൈലി ഇൻട്രസ്റ്റിംഗ്. അതായത് പാരാസൈറ്റിക് എഫക്റ്റ് ഓഫ് സാക്കുലിനയുടെ പാരാസൈറ്റിക് എഫക്റ്റ് ക്രാബിൽ ഹൈലി ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനെ പറയുന്നതാണ് പാരാസിറ്റിക് കാസ്ട്രേഷൻ. ഇറ്റ് ഈസ് കോൾഡ് പാരാസിറ്റിക് കാസ്ട്രേഷൻ. പോവുക എന്ന് പറയുന്നുണ്ട്, ഞാനല്ല. ഓക്കെ, ഞാനല്ല എന്ന് പറഞ്ഞേക്കൊണ്ട് ഓക്കെ പോവുകയാണെങ്കിൽ അയ്യോ കുറച്ച് പഠിക്കുകയാണെങ്കിൽ പഠിച്ചോ, കുഴപ്പമില്ല. എന്നാൽ ഓക്കെ, ഞാനല്ല എന്ന് പറഞ്ഞ അക്കൗണ്ടിനോട് പറഞ്ഞു കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം. ഇൻ ദിസ് കേസ് the host undergoes morphological, physiological and behavioral transformations and become fully committed to the service of the parasite. അതായത് അവസ്ഥയിൽ the host undergoes morphological, physiological and behavioral transformations വരുത്തുന്നു and becomes fully committed ടു ദി സർവീസ് ഓഫ് ദി പാരാസൈറ്റ്. അതായത് പാരാസൈറ്റിൻ്റെ സർവീസിനെ ഫുള്ളി ആയിട്ട് കമ്മിറ്റ് ചെയ്യുന്നു. ദി ഹോസ്റ്റ് ഗെറ്റ്സ് സ്റ്റെറലൈസ്ഡ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാമെന്ന്. അപ്പോൾ ഇത് മതി എന്നാ. ഓക്കെ, നമുക്കൊന്ന് സ്പീഡിലൊന്ന് വായിച്ച് നോക്കുക. സോ ഇറ്റ് നൈദർ മേച്ചേഴ്സ് നോർ അണ്ടർഗോസ് റീപ്രൊഡക്ഷൻ ബട്ട് റിമൈൻസ്. ഒരു 2 വരി. ഓക്കെ, ജുവനൈൽ ക്രാബ്. If the host is a male crab, it undergoes parietal sex reversal. It is feminized by developing a broad abdomen. Characteristic of females, the broad 2 വരിയും കൂടിയുള്ളൂ കേട്ടോ. ഓക്കെ, the broad abdomen is more advantageous than the narrow abdomen of a normal male to carry and protect the parasite. If the host is a female crab, it may sometimes lose its gonads. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാമെന്നേ. ഏത് ടോപ്പിക്കാണ് അടുത്ത് എടുക്കുക നമുക്ക്? യൂപ്പരാഗസ് എടുത്താൽ യൂപ്പരാഗസ് എന്തെങ്കിലും അഭിപ്രായം? യൂപ്പരാഗസിലേക്ക് പോയാലോ നമുക്ക്? വേഗം പറ. യൂപ്പരാഗസിലേക്ക് പോയാലോ നമുക്ക്? യൂപ്പരാഗസ് എന്ന് കേട്ടില്ലേ? നമുക്ക് യൂപ്പരാഗസ് ആരൊന്നും മിണ്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ യൂപ്പരാഗസിലേക്ക് പോവുകയാണ്. യൂപ്പരാഗസിലേക്ക് പോകുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്? ഹെർമിറ്റ് ക്രാബ് ഉണ്ടോ നോക്കട്ടെ. എൻ്റെ സിലബസിൽ ഹെർമിറ്റ് ക്രാബ് ഉണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കായിരുന്നു. ഹെർമിറ്റ് ക്രാബ് അത് ഏത് ഇതിലാണ് ഒന്ന് പറയുമോ? ഇപ്പം പറഞ്ഞ ആൾ സെലക്റ്റഡ് എക്സാമ്പിൾസ് ആണോ അതോ ക്ലാസ്? നമ്മോട് മറന്നു വയ്ക്കുക സംഭവം. ഞാനിപ്പം പഠിക്കുകയാണ്.
ഹെർമിറ്റ് ക്രാബ് ഏതിലാണ് ഉൾപ്പെടുന്നത് എന്ന് പറയുമോ? അങ്ങനെ നമുക്ക് വേഗം നോക്കാം. ഹെർമിറ്റ് ക്രാബ് ഏതിലാണ് ഉൾപ്പെടുന്നത്? ഹലോ ഹെർമിറ്റ് ക്രാബ് ഏതിലാണ് ഉൾപ്പെടുന്നത് അറിയോ? ഓ ശരിയാ സെലക്റ്റഡ്. ശരിയാ. യൂപ്പരാഗസിൻ്റെ ഒരു പേരാണ്, മറ്റൊരു പേരാണ്. എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. ശരിയാ, യൂപ്പരാഗസിൻ്റെ മറ്റൊരു പേരാണ് ഹെർമിറ്റ് ക്രാബ്. ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. യെസ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോ, അല്ല ലൈവ്. ഓക്കെ, ഹെർമിറ്റ് ക്രാബ് യൂപ്പരാഗസിൻ്റെ വേറെ പേരാണ്. എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ നമുക്ക് യൂപ്പരാഗസ് ഇനി എന്താണ്? യൂപ്പരാഗസ് പോപ്പുലർലി നോൺ ആസ് ഹെർമിറ്റ് ക്രാബ്. ഹെർമിറ്റ് ക്രാബ് എന്നാണ് യൂപ്പരാഗസിൻ്റെ വേറൊരു പേര്. എന്തെങ്കിലും ടെസ്റ്റ് ബുക്ക് ഉണ്ട്, എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് നോക്കാനാണ്, അല്ലാണ്ട് എല്ലാം ബൈകാർഡ് വെച്ചൊന്നുമില്ല. എന്നാലും ചിലതൊക്കെ എനിക്ക് അറിയും. നാളെ പരീക്ഷ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വായിക്കുക, പിന്നെ നിങ്ങൾ പറഞ്ഞു തരാൻ വിചാരിച്ച് ഇങ്ങനെ വന്നതാണ് യൂട്യൂബിൽ ലൈവായിട്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ മറൈൻ ക്രസ്റ്റസീൻ. ഒരു മറൈൻ ക്രസ്റ്റസീനാണ് ഇത്. എന്ത്? ഹെർമിറ്റ് ക്രാബ്, അതായത് യൂപ്പരാഗസ്. ഫൗണ്ട് ഇൻ ഓൾ സീസ്, എല്ലാ കടലിലും കാണപ്പെടുന്നു. ഇറ്റ് ലൈവ്സ് ഇൻ ദി എംപ്റ്റി ഷെൽസ് ഓഫ് ഗ്യാസ്ട്രോപോഡ്സ്. അതായത് ഗ്യാസ്ട്രോപോഡ്സിൻ്റെ എംപ്റ്റി ഷെല്ലുകളിലാണ് ഇത് കാണപ്പെടുന്നത്. ഓഫൻ ഇറ്റ് കിൽസ് ദി ഗ്യാസ്ട്രോപോഡ്, സ്ലോലി റിമൂവ്സ് ഇറ്റ്സ് ബോഡി ആൻഡ് ദസ് മേക്സ് ദി ഷെൽ എംപ്റ്റി ഫോർ ഇറ്റ്സ് ഓൺ സ്റ്റേ. അതായത് ഓഫൻ ചില ഘട്ടങ്ങളിൽ ഗ്യാസ്ട്രോപോഡ്സ് ഇങ്ങനെ കില്ല് ചെയ്യുന്നു ഇത്. പിന്നെ സാവധാനം ഇതിൻ്റെ ബോഡിയൊക്കെ റിമൂവ് ചെയ്യുന്നു. ആൻഡ് ദസ് മേക്സ് ദി ഷെൽ എംപ്റ്റി. അത് ഷെൽ എംപ്റ്റി ആകാൻ കാരണമാകുന്നു, എംപ്റ്റി ആക്കുന്നു. അതെന്തിനു വേണ്ടി? ഫോർ ഇറ്റ്സ് ഓൺ സ്റ്റേ ചെയ്യാൻ എംപ്റ്റി ആക്കുന്നു. എന്ത് എംപ്റ്റി? ഷെല്ല് എംപ്റ്റി ആക്കുന്നു. ആസ് ഇറ്റ് ഗ്രോസ് കണ്ടിന്യൂസ്ലി ഇറ്റ് മേ പീരിയോഡിക്കലി ചേഞ്ച് ദി ഷെൽ. അതായത് ആസ് ഇറ്റ് ഗ്രോസ് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യുമ്പോൾ പീരിയോഡിക്കലി ചേഞ്ച് ദി ഷെൽ. പീരിയോഡിക്കലായിട്ട് ഷെല്ല് ചേഞ്ച് ചെയ്യുന്നു. ബോഡി ഈസ് ലോങ്, കോൾഡ്, സംവാട്ട് കംപ്രസ്ഡ് ആൻഡ് അസിമെട്രിക്കൽ. ഇറ്റ് ഹാസ് ടു ഡിവിഷൻസ്. സെഫാലോതൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ഇറ്റ് ഹാസ് ടു ഡിവിഷൻസ്. മറ്റേതിൽ പറഞ്ഞത് സെഫാലിക് തൊറാക്സും അബ്ഡോമനും ആണ് ഉള്ളത്, 2 റീജൻസ് ആയിട്ട്. പിന്നെ അബ്ഡോമൻ റിമൈൻസ് പെർമനൻ്റ്ലി ഇൻസൈഡ് ദി ഷെൽ. അബ്ഡോമൻ റിമൈൻസ് പെർമനൻ്റ്ലി ഇൻസൈഡ് ദി ഷെല്ല്, അതായത് ഇതിൻ്റെ ഷെല്ലിൻ്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. ബട്ട് സെഫാലോതൊറാക്സ് ഈസ് പീരിയോഡിക്കലി പ്രൊട്രൂഡഡ് ഔട്ട് ആൻഡ് റിട്ടാർഡഡ്. പ്രൊട്രൂഡഡ് ആയിട്ടും പക്ഷേ സെഫാലോതൊറാക്സ് പീരിയോഡിക്കലി പ്രൊട്രൂഡഡ് ആയിട്ട് പുറംഭാഗത്തേക്ക് റിട്രാക്റ്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. സെഫാലോതൊറാക്സ് ഈസ് ലാർജ്, ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ്. സെഫാലോതൊറാക്സ് ഈസ് ലാർജ്, വലുതാണ്, ബ്രോഡാണ് ആൻഡ് ഫ്ലാറ്റാണ്. ഹെഡ് ബിയേഴ്സ് എ പെയർ ഓഫ് സ്റ്റോക്ക്ഡ് കോമ്പൗണ്ട് ഐസ്. ഹെഡ് ബിയേഴ്സ് സ്റ്റോക്ക്ഡ് കോമ്പൗണ്ട് ഐസ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എ പെയർ ഓഫ് സ്മോൾ ആൻഡ് ബൈറാമസ് ആൻറ്റിന്യൂൾസ്. പിന്നെ ആൻഡ് എ പെയർ ഓഫ് ലോങ് യൂണിറാമസ് ആൻറ്റിന. മൗത്ത് പെയർസ് ആർ ഹൈലി റെഡ്യൂസ്ഡ്. ഈ ഞാനല്ല എന്ന് തന്നെ കൊണ്ട് ഹൈ, ഗുഡ് മോർണിംഗ്, അല്ല ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയാം, രാത്രിയാണ്. പിന്നെ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? എന്താണ് പഠിക്കുന്നത്? BSc ബോട്ടണി ആണോ? എൻ്റെ ക്ലാസ്സിലെ ആരെങ്കിലും ആണോ? അപ്പോൾ നമുക്ക് നോക്കാം ബാക്കി. തൊറാക്സ് ഹാസ് 5 pairs of legs. The first pair of thoracic legs are chelate and hence are called calipids. ചെലിപ്പിഡ്സോ എനിക്ക് ഓർമ്മയില്ല. കെലിപ്പിഡ്സ് ഞാൻ പറയൽ ചെലിപ്പിഡ്സ് ആണോ? ചെലിപ്പിഡ്സ്. ദി റൈറ്റ് Calipid is larger than the left one. Calipids are used to block the shell mouth when hermit crab withdraws into shell.
കെലിപ്പിഡ്സ് ബ്ലോക്ക് ഷെല്ലിന് മൗത്ത് ബ്ലോക്ക് ചെയ്ത് ഉപയോഗിക്കുന്നു. അത് ഹെർമിറ്റിക് ക്രാബ് വിത്ഡ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളോട്ട് ഉള്ള ഷെല്ലിലേക്ക് പോകും. അതായത് കെലിപ്പിഡ്സ് ആർ യൂസ്ഡ് ടു ബ്ലോക്ക് ദി ഷെൽ മൗത്ത് വെൻ ഹെർമിറ്റിക് ക്രാബ് വിത്ഡ്രോസ് ഇൻ ടു ദി ഷെൽ. ഓക്കെ, ദി നെക്സ്റ്റ് 2 pairs ഓഫ് ലെഗ്സ് ആർ ലാർജ് ആൻഡ് നോൺ കിലേറ്റ് വാക്കിംഗ് ലെഗ്സ് യൂസ്ഡ് ഫോർ ലോക്കോമോഷൻ. ലോക്കോമോഷന് ഉപയോഗിക്കുന്നു. എന്ത് വാക്കിംഗ് ലെഗ്സ്, നോൺ കീലേറ്റ് വാക്കിംഗ് ലെഗ്സ് ആണ് ഉപയോഗിക്കുന്നത്. ദി ലാസ്റ്റ് 2 pairs ഓഫ് മച്ച് റെഡ്യൂസ്ഡ് സിൻസ് ദ റിമെയിൻ വിത്തിൻ ദിസ് ഷെൽ. ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ തന്നെ കാണപ്പെടുന്നു. ഓക്കെ, ഓറല്ലേ, സെറ്റല്ലേ? യെസ്. അബ്ഡോമൻ ഈസ് സോഫ്റ്റ് ഫ്ലഷി, ഇലോങ്ങേറ്റഡ് ആൻഡ് spirally twisted to fit within the shell. Abdominal appendages are absent on right side and those of the left side are much reduced. The last pair of abdominal appendages, the uropods, are hook-like. They are used to cling to the shell. Euparagus is well known for its faculty of mutualism with sea animals such as എടാ എന്തോ വെക്കില്ലെന്നുള്ളത്. വന്ന് നീ കിടന്നോ ആടാ ഞാൻ ഇപ്പം കിടക്കാൻ പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് 2-3 വരിയും കൂടി കഴിഞ്ഞിട്ട് തുറക്കാം. അപ്പോൾ ലൈവ് കഴിക്കാം. Euparagus is well known for faculty of mutualism with sea animals such as Adamsia and Edwardsia. It is a symbiotic association equally beneficial to the anemone and the hermetic crab. In this case, the anemone remains attached to the shell inhibited by Euparagus. The hermetic crab provides the anemone free transport and same food particles. In turn, the anemone provides the crab cover camouflage and protection. It covers and protects the crab and the scares away enemies by firing nematoblasts. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ലൈവ് നിർത്താൻ പോവുകയാണ്. ലൈവിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഇപ്പോൾ ലൈവിലുള്ളവരും ഉള്ള ആളൊരു കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഉള്ള ആളാരാ? ഒന്ന് കമൻറ്റ് ചെയ്യോ, എന്തെങ്കിലും ഒരു ആയോ? അങ്ങനെ ഉണ്ടായാലും ക്ലാസ് ഇഷ്ടപ്പെട്ടോ? പൊളിച്ചില്ലേ? പൊളിച്ചോ? നിങ്ങളെ കമൻറ്റ് ചെയ്യുക, അടി കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ലൈവ് തേച്ച്. എന്തായാലും ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്, ഇന്നത്തെ പഠനം അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തൊരു കിടിലൻ ടോപ്പിക്കായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, സ്വീറ്റ് ടൈംസ്. Good night.